ഇപ്പോൾ ഇന്നലെ വേടന്റെ പരിപാടി അവിടെ സംഘടിപ്പിച്ചു അല്ലേ? വേടന്റെ പരിപാടി സംഘടിപ്പിച്ചു. അല്ലാത്ത ജനമാണ്. ഈ വേടൻ എന്താണ് പറയുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചത്? വേടനെ കാണാനാണോ പോകുന്നില്ലായിരുന്നു അല്ലെ? വേടന്റെ രൂപം ഭാവം നമുക്ക് എല്ലാവർക്കും അറിയല്ലേ? വേടനെ കാണാനാണോ പോകുന്നത്? വേടന്റെ പാട്ട് കേൾക്കാനാണ് അങ്ങനെയല്ല പോകുന്നത് നമ്മള്. അദ്ദേഹത്തിന്റെ പാട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. തദ്ദേശീയ ജനവിഭാഗം, അതാണ് തദ്ദേശീയ ജനവിഭാഗം. വേടൻ പറയുന്ന ആ റാപ്പ് പാട്ട്, അതാണ് ജനത്തിന് ഉത്തേജനം നൽകി. അതുകൊണ്ടാണ് ജനം ഈ പരിപാടിക്ക് ഇങ്ങനെ തിക്കും തിരക്കുമായി ഓടിക്കൂടുന്നത്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. വിവേചനം അല്ലേ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേടൻ പാട്ടിൽ കൂടി പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. നമ്മൾ സ്വയം അങ്ങനെ താണു കൊടുക്കേണ്ട കാര്യമില്ലോ. അങ്ങനെ നമ്മൾ ഈ ആദിവാസികളല്ല എന്ന് പറയും സ്വയം താണു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? താണു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും കിട്ടുന്ന അവകാശങ്ങളും നീതിയും എല്ലാം നമുക്കും കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേടൻ അവിടെ പാട്ടിലൂടെ പൊതുസമൂഹത്തോട് പറയുന്നത്. ഞാനതിൻ്റെ ഒരു സൂചന ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഈ അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ തദ്ദേശീയ ജനവിഭാഗത്തിന്റെ അറിവുകളും കാഴ്ചപ്പാടുകളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ കാലഘട്ടത്തിൽ നിലനിർത്തി പോവുക എന്നുള്ള അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് നമ്മൾ കാണേണ്ട കാര്യം.